എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നിപ്പോൾ രാവിലെ എഴുന്നേറ്റതാ റിച്ചാർഡ് പെട്ടെന്ന് തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് റിച്ചാർഡിൻ്റെ കോളും അറ്റൻഡ് ചെയ്തുകൊണ്ടാണ് ഞാൻ വാതെല്ലാം തുറന്നുകൊണ്ടിരിക്കുന്നത്. സ്പീക്കറിൽ ഇട്ടേക്കുന്നതാണ്. അപ്പോൾ അതിങ്ങനെ കേട്ടിട്ട് എൻ്റെ ജോലികളും ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ ചെയ്യുന്നുണ്ട്. അപ്പം ഞാനെപ്പോഴും നിങ്ങളുടെ അടുത്ത് പറയാറില്ലേ, റിച്ചാർഡ് വേറെ ഒരാളെയും വിളിക്കില്ല, എന്നെ മാത്രമേ വിളിക്കുള്ളൂ. എന്നെ വിളിച്ചാണ് വിശേഷങ്ങളെല്ലാം അറിയുക. ഇപ്പോൾ വീട്ടിൽ ബ്രദേഴ്സ് ഉണ്ട്, പപ്പയുണ്ട്, ഒരാളെയും അവരുടെ ഫോണിലേക്ക് ഇന്ന് വരെ വിളിച്ച ചരിത്രമില്ലെന്ന് വേണം പറയാനായിട്ട്. ഇപ്പോൾ റോജർ ബാംഗ്ലൂരാണ്, റോജറിനെ അങ്ങോട്ടേക്ക് വേണമെങ്കിൽ വിളിക്കാം, പക്ഷെ ഒരിക്കലും വിളിക്കില്ല. എന്നെ വിളിച്ചിട്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ അറിയുക, അതാണ് റിച്ചാർഡ് സ്ഥിരം ചെയ്യുന്നത്. അതും ഒരു ദിവസം ഒരു 4-5 പ്രാവശ്യം വിളിക്കുക, ഏറ്റവും കുറഞ്ഞത് ഒരു തവണയെങ്കിലും വിളിക്കാതെ ഒരിക്കലും ഇരുന്നിട്ടില്ല. അപ്പോൾ അങ്ങനെയാണ് റിച്ചാർഡിൻ്റെ ഒരു സ്വഭാവ രീതി. അപ്പോൾ അവന് കൂട്ടുകാരില്ല, കൂട്ടുകാരെ വിളിക്കില്ല, ബന്ധുക്കളെ ഒരിക്കലും വിളിക്കില്ല, വീട്ടിലുള്ള ഒരാളെയും വിളിക്കില്ല. ഞാൻ പറഞ്ഞില്ല, അമ്മേനെ മാത്രമാണ്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറയുമ്പോൾ അവൻ വിവാഹിതനാകാൻ പോകുന്നു, ആ കുട്ടിയുണ്ട്. അപ്പോൾ ഞാൻ അവൻ്റെ അടുത്ത് എപ്പോഴും പറഞ്ഞു കൊടുക്കുന്ന കാര്യമുണ്ട്, എടാ അമ്മയും അപ്പനും എന്നൊക്കെ പറയുന്നത് അവർക്ക് ഒരു റീപ്ലേസ്മെൻ്റ് ഇല്ലാത്ത ഒരു ബന്ധമാണ്. അത് എന്തൊക്കെ തന്നെ പറഞ്ഞാലും എത്ര വഴക്കിട്ടാലും ആ ബന്ധത്തിന് ഒരു മാറ്റം വരുന്നില്ല എന്നും അവർ തന്നെയാണ് നിൻ്റെ മാതാപിതാക്കൾ. പക്ഷേ ഈ ഭാര്യ എന്ന് പറഞ്ഞ ആ ഒരു ബന്ധത്തിന് റീപ്ലേസ്മെൻ്റ് ഉണ്ട് അല്ലേ? അത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെന്നുണ്ടെങ്കിൽ അത് നഷ്ടപ്പെടും. അപ്പോൾ അതുകൊണ്ട് വളരെ ഭദ്രമായി അത് കൊണ്ടു നടക്കുക, ഒരു പളുങ്ക് പാത്രം പോലെ കൊണ്ടു നടക്കുക എന്നൊക്കെ, ഇതൊക്കെ നേരത്തെ ഞാൻ വീഡിയോയിലൂടെ പറയുന്നൊരു കാര്യമുണ്ടാ. അപ്പോൾ അതുപോലെ നമ്മൾ ജീവിച്ചും അവരെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ധൈര്യപൂർവ്വം പറയുന്നത്, അല്ലാതെ നമ്മളത് നശിപ്പിച്ച് നിങ്ങളെങ്കിലും നന്നാകുന്നല്ല പറയുന്നത്. നമ്മളതിനെ വളരെ ഒരു പളുങ്ക് പാത്രം പോലെ ആ കുടുംബജീവിതത്തെ കൊണ്ടുപോകുന്നത് കൊണ്ടാണ് ഇന്നും ഇങ്ങനെ എനിക്ക് പറയാനും സാധിക്കുന്നത്. അപ്പോൾ അതുപോലെ ആയിരിക്കണം. അപ്പോൾ ഈ റീപ്ലേസ്മെൻ്റ് എല്ലാ കാര്യങ്ങളും വളരെയധികം ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യുക എന്ന് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ തമ്മിൽ ഒരുപാട്, അതായത് ഒന്നും അറിയില്ല, രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയില്ല. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യാനുണ്ടാകും. അപ്പോൾ അതിനാണ് കൂടുതൽ സമയം ചിലവാക്കേണ്ടത്. ഇപ്പം ഞാനത് പറഞ്ഞില്ലെങ്കിൽ പോലും അവൻ അങ്ങനെ ചെയ്യും. കാരണം അവർക്ക് തമ്മിൽ സംസാരിക്കാൻ ദൈവം ഒരു അവസരം ഒരുക്കി കൊടുത്തു ഇത്രയും മാസങ്ങൾ. അത് ശരിക്കും ഒരു അത്ഭുതം കണക്കെ ഞങ്ങൾ 2 ഫാമിലിയും അതിനെ ഭയങ്കര ഒരു അത്ഭുതം കണക്കെയാണ് കാണുന്നത്. അത് ഏറ്റവും വലിയൊരു സന്തോഷം ഉള്ളൊരു കാര്യമാണ്. കുട്ടികൾ തമ്മിൽ സംസാരിച്ച് ഇടപഴകി ഒരു ധൈര്യപൂർവ്വം വിവാഹം കഴിക്കുക എന്നുള്ളത്. അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവൻ ലീവിന് വരുന്ന സമയത്താണെങ്കിൽ പെട്ടെന്നുള്ളൊരു വിവാഹം, അത് ചിലപ്പോൾ പിന്നീട് ഒരു പ്രശ്നങ്ങൾക്കിടയാക്കാം എന്നൊക്കെ ഞാൻ നേരത്തെയും ഓർത്തിട്ടുണ്ട്. പക്ഷേ ദൈവം അതെല്ലാം കണ്ടറിഞ്ഞ് ഈ ഒരു സമയം അവർക്ക് കൊടുത്ത്, അപ്പോൾ അവരത് വേണ്ട വിധത്തിൽ വിനിയോഗിക്കുക എന്നൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോഴെന്നല്ല, പണ്ടേ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് ഞാൻ കുട്ടികളുടെ അടുത്ത്, 3 പേരുടെ അടുത്ത്. അപ്പോൾ അങ്ങനെ റിച്ചാർഡിന് ഇപ്പോൾ കൂട്ടുകാരിയെ കിട്ടിയിരിക്കുന്നത് കൊണ്ട് റിച്ചാർഡ് വളരെ സന്തോഷവാനാണ്. ഒരുപാട് നേരം സംസാരിക്കും. ഒരു സംസാരമല്ല, ചാറ്റാണ് കൂടുതൽ. മോളാണെന്നുണ്ടെങ്കിലും വളരെയധികം സപ്പോർട്ടീവാണ്. റിച്ചാർഡിൻ്റെ മനസ്സും എല്ലാം നല്ല സമാധാനമായിട്ട് നിർത്താനും സന്തോഷിപ്പിച്ച് നിർത്താനും ഒക്കെ വളരെ സപ്പോർട്ടീവായിട്ടുള്ളൊരു കുട്ടി. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നാറുണ്ട്. കാരണം കുട്ടികൾ തമ്മിലാണെന്നുണ്ടെങ്കിൽ കണ്ടിട്ട് പോലും ഇല്ല. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യം അവന് ദൈവം ഒരുക്കി കൊടുത്തതിനും ഒരുപാട് ദൈവത്തിനോട് ഞങ്ങൾ 2 ഫാമിലി നന്ദി പറയാറുണ്ട്. അപ്പം ഞാൻ അവൻ്റെ മനസ്സറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ പറയാറുണ്ട്, നീ ഇങ്ങോട്ട് ഒരു തവണ പോലും വിളിക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല, എനിക്ക് നിന്നെ വ്യക്തമായിട്ടറിയാം, പക്ഷേ ആ മോൾക്കാണ് നിന്നെ പരിചയമില്ലാത്തത്, അപ്പോൾ അതാണ് നീ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെ പറഞ്ഞ് സമാധാനിപ്പിക്കാറുണ്ട് ഞാൻ. കാരണം അവൻ്റെ തിരക്ക് പിടിച്ച ജോലിയുടെ ഇടയിൽ നിന്നാണല്ലോ അവൻ നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്നത്. അപ്പോൾ അതേ ഈ ഒരു സംസാരത്തിനിടയിൽ എൻ്റെ ജോലികളൊക്കെ ഒരുവിധം ആയി. ഇന്ന് പടവലങ്ങ ഒരു പരിപ്പും ചേർത്തിട്ടുള്ള തേങ്ങ അരച്ച കറിയും, പിന്നെ നമ്മുടെ ഉപ്പുമീൻ. അപ്പോൾ ഉപ്പുമീനൊന്ന് തൊലിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി വെള്ളത്തിൽ കഴുകി ഉപ്പെല്ലാം കളഞ്ഞതിന് ശേഷം മിക്സിയിലൊന്ന് പൊടിച്ചൊക്കെ എടുത്ത് എന്നിട്ടാണ് നമ്മൾ വറുക്കണത് കേട്ടോ. അപ്പം ഞാൻ ഇന്ന് ഈ കറികൾ പാചകം തുടങ്ങുന്നതിന് മുൻപായിട്ട് നമ്മുടെ റോജർ വിളിച്ചിട്ടുണ്ടായിരുന്നു. റോജർ വിളിച്ചാൽ ഒരു 2 മണിക്കൂർ സംസാരിക്കും. ചിലപ്പോൾ മാസത്തിലൊരു ദിവസം വിളിച്ചാൽ 2 മണിക്കൂർ സംസാരിക്കും. അപ്പം അങ്ങനെ സംസാരിച്ച് സമയം പോയൊരു ദിവസമായിരുന്നു ഇന്ന്. വീഡിയോ കോളേ ചെയ്യുള്ള ആൾ. അപ്പോൾ അങ്ങനെ ഒത്തിരി സമയം പോയതിന് ശേഷം ഞാൻ ഓടി വന്ന് വെപ്രാളത്തിലാണ് കറികൾ വെക്കുന്നത് കേട്ടോ. കാരണം ഇന്നാണെങ്കിൽ പപ്പക്ക് ബാങ്കിൽ പോയിട്ട് ആളെയും കൊണ്ട് അമ്മയുടെ അടുത്ത് പോകാനുണ്ട്. അപ്പോൾ ഉച്ചക്ക് വേഗം ഭക്ഷണം കഴിച്ചിട്ട് പോകണമെന്നും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞാൻ തിരക്ക് പിടിച്ച് ചെയ്യുന്നതാണ്.
അപ്പോൾ നമ്മൾ ഈ ഉപ്പുമീൻ വറുക്കാനുള്ള ചട്ടി എടുത്തിട്ട് അതിനകത്തേക്ക് ആദ്യം കടുക് പൊട്ടിച്ച് ആ സവാളയൊക്കെ ഒന്ന് വറുത്ത് നമ്മുടെ കറി താളിച്ചിട്ടതിന് ശേഷമാണ് പിന്നെ അതിലേക്ക് ഈ മിക്സിയിൽ ഒന്ന് പൊടിച്ചെടുത്ത മീനും ഞാൻ പറഞ്ഞായിരുന്നല്ലോ, കുട്ടനാണ് മീനെന്ന് പറഞ്ഞായിരുന്നല്ലോ. പിന്നെ ഇത്തിരി വെളിച്ചെണ്ണയും കൂടിയിട്ട് അതൊരു പകുതി ഒന്ന് മൊരിഞ്ഞ് വരുമ്പോഴത്തേക്കും ഞാൻ അതിനകത്തേക്ക് ഇപ്പോൾ ഏതായാലും സവാളയ്ക്ക് ഇടുകയാണ്. കാരണം ഇന്ന് എനിക്ക് കുറച്ചധികം നേരം പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സമയം പോയ സ്ഥിതിക്ക് ഉപ്പുമീൻ വറുത്ത് മാറ്റിയിട്ട് പിന്നെ സവാളയിട്ട് വറുക്കലാണ്. ചെറിയ ഉള്ളി ആണെങ്കിൽ അതാണ് നല്ലത് കേട്ടോ. സവാളയിട്ട് വറുക്കലാണ് ചെയ്യണത്. പക്ഷേ ഇന്നിപ്പോൾ സമയം ഇത്തിരി പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇങ്ങനെ അങ്ങോട്ട് വറുക്കാമെന്ന് വിചാരിച്ചേട്ടാ. ഇങ്ങനെയും വറുക്കാം, ഒരു കുഴപ്പമില്ല. സാധാരണ ഞാൻ ചെയ്യണത് ആ മീനെടുത്ത് വേറെ പാത്രത്തിൽ വറുത്തിട്ട് അത് വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് പിന്നെ സവാള മൊരിയിച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്തതിന് ശേഷമാണ് മീൻ വറുത്തത് അതിനകത്തേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാലും നല്ലത് തന്നെയാണ്, ഒരു കുഴപ്പമില്ല. അപ്പോൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും വേണ്ട ഏറ്റവും അവസാനം ഇട്ടത്. ഇതോടുകൂടി നമ്മുടെ ഉച്ചക്കുള്ള കാര്യങ്ങൾ കഴിഞ്ഞു. അപ്പോൾ ഇന്ന് ഞാൻ റയനൊരു ബിരിയാണി ഉണ്ടാക്കി കൊടുക്കണമെന്ന് വിചാരിച്ച് ചിക്കനൊക്കെ എടുത്ത് തണുപ്പ് മാറ്റി പുറത്ത് കിടക്കുന്നുണ്ട്. പക്ഷെ നമ്മൾക്ക് റോജൻ്റെ കോൾ അറ്റൻഡ് ചെയ്തത് അത്യാവശ്യമല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് ആ ബിരിയാണി ഉണ്ടാക്കാൻ സാധിച്ചില്ല. ഞാനതങ്ങനെ തന്നെ എടുത്ത് ചിക്കൻ തണുപ്പ് മാറിയതുകൊണ്ട് പിന്നെ അതിനെ പുറത്ത് വെക്കാൻ പറ്റില്ല, നേരെ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ച് ഫ്രീസറിലേക്ക് മാറ്റിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ച് അയ്യോ അവന് എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കി കൊടുക്കണമല്ല എന്ന് വിചാരിച്ച് ഏതായാലും ചിക്കൻ അവിടെ ഇരിക്കുന്നുണ്ട്, തണുപ്പ് മാറി ഇരിക്കുന്നതല്ലേ, അന്നേ പിന്നെ ഒരു പിസ്സ ഉണ്ടാക്കിയേക്കാം എന്നും വിചാരിച്ച് വേഗം പിസ്സക്കുള്ള മാവ് ഒന്ന് കുഴച്ച് വെക്കണേണ്. പിന്നെ ഈ മിക്സർ ഉള്ളതുകൊണ്ട് തന്നെ അത് എളുപ്പത്തിൽ തീരും. അപ്പം നേരെ ചൂട് വെള്ളമാണ് ആദ്യം ഒഴിച്ച് കൊടുത്തത്. ഇത്തിരി ഉപ്പും പഞ്ചസാരയൊക്കെ ഇട്ടതിന് ശേഷം അതിനകത്തേക്ക് ഈസ്റ്റും ഇട്ടിട്ട് പിന്നെ ഇത്തിരി ഓയിലും കൂടി ഇട്ടിട്ട് ഒരു 3 കപ്പ് പൊടിയിടുന്നത് 1/2 കപ്പ് വെച്ചിട്ടാണ് ഞാൻ എടുക്കണം കേട്ടോ. അതാണ് കൂടുതൽ ഇടുന്നത്. കാരണം 2 തവണ എടുക്കുമ്പോഴാണല്ലോ 1 കപ്പാകുന്നത്. അപ്പം അങ്ങനെ ഒരു 6 തവണ എടുത്ത് 3 കപ്പാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് ഒരു ഇത്തിരി വെള്ളം കുറവുള്ള പോലെ തോന്നി. വീണ്ടും ചെറിയ ചൂടുവെള്ളം ഒഴിച്ച്, കാരണം ചെറിയ ചൂടുവെള്ളം ഇടുന്നുണ്ടെങ്കിൽ ഈസ്റ്റ് പൊങ്ങി വരുള്ളൂ. അപ്പോൾ ഇത് ഡ്രൈ ഈസ്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ പൊങ്ങി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട, വേഗം നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മളിതങ്ങോട്ട് ഹുക്കിട്ടതിന് ശേഷം ഇതങ്ങോട്ട് ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നോക്കേണ്ട ആവശ്യമില്ല. അതങ്ങോട്ട് കുഴച്ച് വന്നു കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഈ ഒരു പാത്രത്തിൽ നിന്ന് മാറ്റണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. അതിനകത്ത് തന്നെ നമുക്ക് മൂടി വെച്ച് കഴിഞ്ഞാൽ അതവിടെ ഇരുന്ന് പൊങ്ങിക്കോളും. അപ്പോൾ പെട്ടെന്ന് തന്നെ അത് കുഴച്ച് വന്നിട്ടാ. അപ്പോൾ ഞാൻ ആ ലിഡൊന്നും മാറ്റി നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ മാറ്റിയതാണ്. അപ്പോൾ ആദ്യത്തെ പൊടി പറക്കൽ കഴിഞ്ഞല്ല. അപ്പോൾ അത് ആദ്യം ഇത്തിരി പൊടി ഇങ്ങനെ പറക്കുമ്പോൾ അത് പുറത്തേക്ക് വരാതിരിക്കാൻ നമ്മൾ ആ ഒരു ഇത് കവർ ഇട്ട് കൊടുക്കും കേട്ടോ. അങ്ങനെ അത് ആയിക്കിട്ടി. ഇനിയിപ്പോൾ ഇതിങ്ങനെ തന്നെ അങ്ങനെ എടുത്തിട്ട് മൂടി വെക്കാം. നമുക്കൊരു പണിയില്ല, നമ്മുടെ കയ്യും അഴുക്കാകുന്നില്ല, വേറൊരു പാത്രവും വേണ്ട, ഇത് അതിനകത്ത് തന്നെ വെക്കാം. അപ്പം നല്ലൊരു മിക്സിംഗ് ബൗളാണല്ലോ. നമുക്കല്ലെങ്കിൽ തന്നെയും ഇത് ഉപയോഗിച്ച് കേക്കെല്ലാം ഫോൾഡ് ചെയ്തെടുക്കാനൊക്കെ ഈ ഒരു ബൗള് നല്ലതാണ്. അങ്ങനെ ഞാനതവിടെ മൂടി എടുത്ത് വെച്ചതിന് ശേഷം പിന്നെ പെരക്കകം ഒന്ന് തുടക്കാൻ വേണ്ടിയിട്ട് പോയിട്ടാ. പിന്നെ ഞാനന്ന് പുലവാണിപത്തിൽ പോയിട്ട് അന്ന് ചെമ്മീൻ കൊണ്ടുവന്നതെന്ന് രാത്രി തന്നെ അത് തലയും വാലും മാറ്റി ക്ലീൻ ചെയ്ത് വെച്ചിട്ടാ. അതാണ് ഞാൻ നേരത്തെ ഒന്ന് കാണിച്ചായിരുന്നു കേട്ടോ. ആ ഒരു ബോക്സിൻ്റെ തുറന്ന് ഞാൻ കാണിച്ചില്ലേ, അത് അന്ന് രാത്രി തന്നെ ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് ഇപ്പം എടുത്തില്ല, സാവധാനം എടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ക്ലീൻ ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എളുപ്പത്തിൽ എടുക്കാമല്ല. അപ്പോൾ അന്ന് രാത്രി തന്നെ അത് ചെയ്ത്. പിന്നെ പപ്പ അവിടെ പേപ്പറുകളൊക്കെ എടുത്ത് വെക്കുകയൊക്കെ ചെയ്യുന്നത് ബാങ്ക് ഇടപാടുകൾക്ക് വേണ്ടിയിട്ടാണ്. അത് അമ്മയുടെ ഇടപാടുകൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ പപ്പയാണ് അതിന് വേണ്ടിയിട്ട് ഓടി നടക്കുന്നത്. അതിൻ്റെ കുറച്ച് ഏർപ്പാടുകളുണ്ട്. ഇപ്പോൾ എന്തോ നിയമങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് പപ്പനെ കൊണ്ടത് ചെയ്യിക്കുന്നതാണ് അമ്മ. അപ്പോൾ അമ്മക്ക് പ്രായമായിരിക്കണമല്ലേ, അപ്പോൾ എല്ലാം വീട്ടിൽ കൊണ്ടുപോയിട്ട് വേണം അമ്മയുടെ തമ്പെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെ ബാങ്കിൽ നിന്ന് ആളെ കൊണ്ടുപോകണം. അങ്ങനെയൊക്കെയുള്ള കുറച്ച് ഏർപ്പാടുകളുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെയാണ് പപ്പ പേപ്പറുകളുമായിട്ട് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ ഏതായാലും നമ്മളുടെ ബ്ലിങ്കിറ്റിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്ത് നമ്മുടെ പിസക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ചീസും പിന്നെ ഒലീവൊക്കെ ഇവിടെ തീർന്നിട്ട് കുറേ നാളായിട്ടുണ്ട്. അപ്പോൾ ഒലീവ് ഇത്തിരി മേടിച്ച് വെച്ച്, പിന്നെ എന്താണ് ഞാൻ സാധാരണ പിസ്സ സോസ് ഉണ്ടാക്കിയാണ് ചെയ്യുന്നത്. ഫസ്റ്റ് ടൈം ആദ്യമായിട്ട് പിസ്സ സോസ് മേടിക്കണേ. കാരണം നമ്മൾക്ക് ഓൺലൈനിൽ നിന്ന് നമ്മൾ കണ്ടറിഞ്ഞ് ഇങ്ങനെ നോക്കിയെടുക്കാമല്ല. ഒരാളെ മേടിക്കാൻ വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ മേടിച്ചുകൊണ്ട് വരികയെന്ന് എനിക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പിസ്സ സോസൊക്കെ ഞാൻ തന്നെ സാധാരണ ഉണ്ടാക്കണം. ഇതിപ്പോൾ നമുക്ക് സാധനങ്ങൾ
ഇങ്ങനെ ഓൺലൈനിൽ കണ്ട് മേടിക്കാമല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിസ്സ സോസ് ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചാൽ അതുമൊക്കെ മേടിച്ച് പണി ഇത്തിരി എളുപ്പമാകുമല്ലോ. പിന്നെ ഈ ഒരു ആപ്പ് പാനൽ ആപ്പ് അത് അങ്ങനെ കയറിയിട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞില്ലേ, അതങ്ങനെ ചെയ്യാൻ പറ്റില്ല. കാരണം ആളുകൾ അതിൻ്റെ ഏജൻറ്റുകൾ വീട്ടിൽ വന്നിട്ടാണ് നമ്മളെ ഇതിലേക്ക് എൻട്രി ചെയ്യിക്കുന്നത് കേട്ടോ. അല്ലാതെ നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് ഓരോ സാധനങ്ങളും മേടിക്കുമ്പോഴും നമ്മളിതുപോലെ അതിലേക്ക് എൻട്രി ചെയ്ത് കൊടുക്കണം. അതാണ് ഇതൊരു പണിയാണ് കേട്ടോ. ചിലപ്പോൾ നമ്മൾ മറന്നു പോകും ചെയ്യാനായിട്ടൊക്കെ, തിരക്കിൻ്റെ ഇടയിൽ മറന്നു പോകും, ഓർത്തില്ലെങ്കിൽ പോയി, പിന്നെ അത് പോയി. പിന്നെ അതങ്ങനെ നമ്മൾ പാക്കറ്റൊക്കെ പൊട്ടിച്ച് എല്ലാം കഴിഞ്ഞാൽ പിന്നെ അത് എടുക്കില്ല. മേടിക്കണ ഉടനെ തന്നെയാണ് നമ്മളിത് ചെയ്യണം. അപ്പോൾ ഇന്ന് ഓർത്തിട്ട് ഞാനത് ചെയ്തുകൊണ്ടിരിക്കണേ. പിന്നെ അധികം സാധനങ്ങളില്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ ഇതൊരു മെനക്കെട്ട പണിയായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. പണ്ട് നമ്മളിത് ഞാൻ പറഞ്ഞിട്ടില്ലേ, പണ്ടേ ചെയ്യുന്നതാണ്. 25-25 റിച്ചാർഡ് മാത്രമുള്ള സമയത്ത് ഒരു 1-2 വയസ്സൊക്കെ അവനുള്ള സമയത്തൊക്കെയാണ് ഞങ്ങളിത് ചെയ്ത്, ഞാനും അമ്മയും കൂടി. അമ്മേന്ന് അത് ഇതുപോലെ ചെയ്യണ്ട, അവർ വരും. ഈ കവറുകൾ നമ്മൾ സൂക്ഷിച്ച് വെച്ചാൽ മതി, മേടിക്കുന്ന സാധനങ്ങളുടെ കവറുകൾ സൂക്ഷിച്ച് വെച്ചാൽ മതി. അവർ വന്നിട്ടാണ് ആ കവറുകൾ എടുക്കുക. ഇപ്പം അങ്ങനെയല്ലല്ല, ഇപ്പം ഈ ഒരു ഓൺലൈൻ സംഭവങ്ങളാണ് എല്ലാം അങ്ങനെ ആക്കിയിട്ടേക്കണത് കൊണ്ട് നമ്മൾ തന്നെ ഇതെല്ലാം ചെയ്യണം. മറ്റേത് വേറെ നമുക്ക് മെനക്കേടൊന്നുമില്ല. സംഭവങ്ങളിൽ കവറുകൾ സൂക്ഷിച്ച് വെക്കുക എന്നുള്ള ഒരൊറ്റ പരിപാടികളാണ്. അത് നമുക്ക് കുഴപ്പമില്ലല്ലോ, ഒരു ബാസ്ക്കറ്റിലാക്കി വെച്ചാൽ മതി. ഇതിപ്പോൾ നമ്മൾ ഓരോ ദിവസത്തത് ഇങ്ങനെ എൻട്രി ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കണം. അങ്ങനെ അതെല്ലാം ചെയ്ത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ മാവ് പൊങ്ങി വന്നിട്ടുണ്ട്. 1 മണിക്കൂർ കൊണ്ടൊക്കെ തന്നെ മാവ് പൊങ്ങി വരും കേട്ടോ. അപ്പം ഞാൻ ചിക്കൻ്റെ 2 പീസ് എടുത്ത് പുറത്ത് വെച്ചത് ഒന്ന് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ട് കത്രിക കൊണ്ട് മുറിച്ച് കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നതിന് ശേഷം അതിനകത്തേക്ക് ഇത്തിരി മുളക് പൊടി, എരിവെള്ളം മുളക് പൊടിയും ഒരിത്തിരി ഉപ്പും മാത്രമാണ് ഇടുന്നത്. കാരണം പിസ്സ എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് ഗരം മസാല, കുരുമുളക് പൊടി ഇതൊന്നും ഇടാൻ പാടില്ല, മല്ലിപ്പൊടി അങ്ങനത്തെ പൊടികളൊന്നും ഇടൂല, വേറൊരു രുചിയാവും. അപ്പോൾ മുളക് പൊടിയാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ്. അപ്പോൾ മുളക് പൊടി മാത്രമാണ്, കുരുമുളകൊന്നും ഇടണ്ട. അപ്പോൾ അതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം, അത്രയേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പപ്പയ്ക്ക് ഒരു ചെറിയൊരു കട്ടൻ ചായ ഇട്ട് കൊടുത്താണ്. പാല് മേടിച്ചിട്ടുണ്ട്, എങ്കിലും ഞാനിത്തിരി തിരക്കായിട്ട് നിൽക്കുന്നതുകൊണ്ട് പാൽ ചായയൊക്കെ എടുക്കാനുള്ള നേരമില്ല. അതുകൊണ്ട് ഞാനിതങ്ങോട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച്. ഇപ്പം നമ്മളുടെ അന്ന് കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ ബണ്ണുണ്ട്, അതിങ്ങനെ നമ്മൾ എയർ ടൈറ്റായിട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റായിട്ടിരിക്കും. അപ്പോൾ 2-3-4-5 ദിവസമൊക്കെ ഇരുന്നോളൂ കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ ഓവനിൽ വെച്ചൊന്ന് ചൂടാക്കിയാൽ ഒന്നുകൂടി സോഫ്റ്റായിട്ട് വരും കേട്ടോ. അപ്പോൾ അതെല്ലാം പപ്പയ്ക്ക് എടുത്ത് കൊടുത്ത് കഴിഞ്ഞിട്ട്, അപ്പോൾ പപ്പയ്ക്ക് ബണ്ണുള്ളത് കൊണ്ട് തന്നെ പപ്പയ്ക്ക് വേറെ പിസ്സ, ഞാൻ വെജ് പിസ്സ ഉണ്ടാക്കിയില്ല കേട്ടോ, ഒറ്റ പിസ്സമ്മേൽ പരിപാടി കഴിച്ച്. അപ്പോൾ ബണ്ണുണ്ടല്ലോ, പപ്പയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ബണ്ണ് കഴിക്കണം. അങ്ങനെ ഞാൻ ഈ ഒരു ചിക്കൻ ഒരൊറ്റ പിസ്സക്ക് വേണ്ടി മാത്രമുള്ളത് ഒന്നങ്ങോട്ട് ആക്കിയെടുത്ത്, പിന്നെ ഇത്തിരി തക്കാളിയും ക്യാപ്സിക്കും ഒന്നും എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല, തക്കാളി ഉണ്ടായിരുന്നു. അപ്പോൾ ക്യാപ്സിക്കം ഇപ്പോൾ ഈ കൂട്ടത്തിൽ മേടിച്ചെങ്കിലും നല്ലൊരു കളറായിട്ടുള്ളൊരു ക്യാപ്സിക്കം ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അതുമൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്ത്, പിന്നെ നമ്മളുടെ ഈ ഇത് ഒലിവ് ഇടുമ്പോൾ നല്ല ഒരു ടേസ്റ്റുമാണ്, കാണാനും നല്ല ഭംഗിയാണ്. അപ്പോൾ നേരത്തെയൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് ഒലിവ് ഇവിടെ മേടിച്ച് വെക്കുമായിരുന്നു. കാരണം കുട്ടികൾ 3 ആളും വീട്ടിലുള്ളതുകൊണ്ട് മിക്കവാറും നമ്മൾ പിസ്സ ഉണ്ടാക്കുമായിരുന്നു. പിന്നെ കുട്ടികളൊക്കെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയതിന് ശേഷം പിന്നെ ഞാൻ ഒലിവ് മേടിക്കാറില്ല. ഒലിവിന് ഭയങ്കര വിലയാണ്, വെറുതെ മേടിച്ച് വെക്കണ്ടല്ലോ എന്ന് വെച്ച്. ഇപ്പം പിന്നെ റായൻ ഉണ്ടല്ലോ, ഇടയ്ക്ക് ഉണ്ടാക്കാമല്ല എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ ഒലിവ് മേടിച്ചാണ്. ആ ഒലിവിന് ഏകദേശം ഒരു 300 രൂപ അടുത്ത് വിലയുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് മേടിക്കാനും മടി. കാരണം ഒലിവിൻ്റെ ചെറിയ കുപ്പികളൊന്നും കിട്ടൂല. എങ്കിലും ഇത്തവണ ഞാനപ്പോൾ മേടിച്ച് വെക്കാമെന്ന് വെച്ചാൽ ഒലിവ് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അത് ഉപ്പിലിട്ട് വെച്ചേക്കുന്നത് കൊണ്ടേ, അതും സ്ലൈസ് ചെയ്തത് ആണ് നല്ലത് നമുക്ക് ഇടാനായിട്ട്. നേരത്തെ നമ്മൾ സ്ലൈസ് ചെയ്തതും മേടിച്ചിട്ടുണ്ട്, പിന്നെ അത് ഫുള്ളായിട്ടുള്ളതും അതും മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഹോള് മേടിക്കുമ്പോഴത്തേക്കും അതിൽ നിന്ന് കുരു മാറ്റിയെടുക്കാനൊരു ഇത്തിരി പണിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിത് സ്ലൈസ് ചെയ്തത് തന്നെ മേടിച്ച്. പിന്നെ 3 കപ്പ് പൊടി ഇത്തിരി കൂടുതലാണ്, ശരിക്കും 2 പിസക്കുള്ള പൊടി ഉണ്ടത്, എങ്കിലും ഞാൻ ഒരൊറ്റ പിസക്ക് വേണ്ടി എടുത്ത്. അപ്പോൾ സാധാരണ ഇത്രയും മാവ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ പിസ്സ ഞാൻ വെജ് പിസ്സയും കൂടി ഉണ്ടാക്കും. അപ്പോൾ ചില സമയത്ത് ഈ വലിയ പിസ്സക്ക് മാവ് തികയാത്ത പോലെ തോന്നും. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് ഇത്തിരി കട്ടിക്കിരുന്നോട്ടെ, എപ്പോഴും ഇത്തിരി തിന്നായി പോകും നടുഭാഗമൊക്കെ. അപ്പോൾ ഇന്നിപ്പോൾ നല്ല കട്ടിക്കിരിക്കട്ടെ എന്ന് വിചാരിച്ച്. പിന്നെ ഇത് ബണ്ണ് പോലെ ഇരിക്കണോണ്ട് തന്നെ നമുക്ക് കഴിക്കാൻ നല്ലതാണ്, ഒരു കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ ഞാൻ ഇത്തിരി കട്ടിക്ക് തന്നെയാണ് ഇന്നെടുത്തേക്കണത്. അതിൽ ഈ പിസ്സ സോസും ഇട്ട് ഇത്തിരി ചീസ് ആദ്യം ഇട്ട് കൊടുത്ത് അതിൻ്റെ മീതയിൽ വെജിറ്റബിൾസും ചിക്കനും എല്ലാം കൂടി അങ്ങോട്ട് നിരത്തി വെച്ച് സവാളയും തക്കാളിയും ക്യാപ്സിക്കമാണ് ഇട്ടേക്കണത് കേട്ടോ. പിന്നെ അതിൻ്റെ മീതയിലേക്ക് നമ്മൾ ബാക്കിയുള്ള ചീസും കൂടിയിട്ട്, പിന്നെ നമ്മുടെ
ഒലീവും എല്ലാം എടുത്ത് വെച്ച് പിന്നെ അതിൻ്റെ മീതയിൽ നമ്മുടെ പിസ്സയുടെ മീതയിലിടുന്ന ആ ഒരു സീസണിങ് ഉണ്ടല്ലോ അതും പിന്നെ ഇത്തിരി ചില്ലി ഫ്ലേക്സ് അതും കൂടിയൊക്കെ ഇട്ടിട്ട് ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഒരിത്തിരി ഉപ്പ് നമ്മൾ മീതയിൽ തൂവിക്കൊടുക്കുക. അല്ലെന്നുണ്ടെങ്കിൽ ആ പിസ്സ സീസണിങ്ങിൻ്റെ അകത്ത് മിക്സ് ചെയ്തിട്ടെടുക്കുക. ഇതിപ്പോൾ നമ്മൾ പിസ്സ സീസണിങ്ങിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഉപ്പ്. അപ്പോൾ എല്ലാം കൂടി ഒരേപോലെ എല്ലായിടത്തും ആകും. എന്നിട്ടപ്പോൾ ഞാൻ ഒരിത്തിരി ചെറിയ പീസായിട്ട് കട്ട് ചെയ്തതും കൂടി അതിൻ്റെ മീതയിൽ വെജിറ്റബിൾസ് വെച്ച് കൊടുത്തിട്ട് ഒരു കാണാൻ ഭംഗിക്ക് വേണ്ടിയിട്ട്. എന്നിട്ട് ഇത് ഉപ്പോട് കൂടിയിട്ട്, കാരണം ആ വെജിറ്റബിൾസിന് ഉപ്പുണ്ടാവില്ല, അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത്തിരി ഉപ്പോട് കൂടിയിട്ട് ഇടുന്നതാണ് നല്ലത്. പിന്നെ ചില്ലി ഫ്ലേക്സ് എനിക്ക് അധികം ഇടാൻ പേടിയാണ്, ഭയങ്കര എരിവാണ്, നല്ല എരിവുള്ള മുളകിൻ്റെ. അങ്ങനെ നമ്മളുടെ പ്രീ ഹീറ്റ് ചെയ്യാനിട്ടതൊക്കെ തീർന്നു. കാരണം ഇതെല്ലാം ചെയ്യണതിന് മുമ്പ് തന്നെ നമ്മൾ പ്രീ ഹീറ്റ് ചെയ്യാനിട്ടിട്ടുണ്ടായിരുന്നു. പ്രീ ഹീറ്റ് ആയിക്കഴിഞ്ഞ് ഇനിയിപ്പോൾ ഇതങ്ങോട്ട് വെക്കുക. അപ്പോൾ ഇതിൻ്റെ 190 ആണ് ഞാനിടാൻ പോകുന്നത് കേട്ടോ. 180 ഡിഗ്രിയിൽ ഇട്ടിട്ട് ഒരു 15 മിനിറ്റ് വെക്കാമെന്ന് വിചാരിച്ചേട്ടാ. പിന്നെ നോക്കിയിട്ട് ഇടയ്ക്ക് ഒന്ന് നോക്കണം. നോക്കി കഴിഞ്ഞിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതലിടാം. അപ്പോൾ പകുതി ആകുമ്പോൾ തന്നെ നമ്മളൊന്ന് നോക്കണം, ചിലപ്പോൾ ആയിട്ടുണ്ടെങ്കിൽ അത് ഓഫ് ചെയ്യാം. അങ്ങനെ അത് വെച്ച് പിന്നെ പപ്പതേ ചായ കുടിയും കഴിഞ്ഞ് പോകുന്നത് ഇപ്പോൾ അമ്മയുടെ അടുത്തേക്ക് തന്നെയാണ്. അത് ബാങ്കിൽ ചെന്നിട്ട് ആളെയും കൊണ്ട് വേണം കേട്ടോ പോകാൻ വേണ്ടിയിട്ട്. കാരണം അമ്മ പെൻഷൻ മേടിക്കുന്ന ആളാണ്, ഫാമിലി പെൻഷൻ കിട്ടുന്ന ആളാണല്ലോ. അപ്പോൾ അതിനൊക്കെ എന്തൊക്കെയോ നടപടികളൊക്കെ ഉണ്ട്, നിയമങ്ങളൊക്കെ വരുമ്പോൾ അതനുസരിച്ചിട്ടൊക്കെ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അമ്മയുടെ അടുത്തേക്ക് പോകുന്നതാണ് കേട്ടോ. പിന്നെ പിസ്സ ആയിക്കഴിഞ്ഞ് കുറേ നേരമായിട്ട് റയൻ കിടന്ന് ഉറങ്ങണമായിരുന്നു. റയൻ എന്തോ ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയി. അപ്പോൾ റയൻ എഴുന്നേറ്റ് കുളിച്ച് വരണവരെയും പിസ്സ അവിടെ ഇരുന്ന് നല്ല രീതിക്ക് തണുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞതൊന്ന് ചൂടാക്കാമെന്ന് പറഞ്ഞിട്ട് അവൻ ചൂടാക്കിയില്ല, അങ്ങനെ തന്നെ കട്ട് ചെയ്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ അങ്ങോട്ട് വലിഞ്ഞു വന്നില്ല. കാരണം പിസ്സ നേരെ ഒരു ചൂടോടുകൂടി കട്ട് ചെയ്യുമ്പോഴാണ് ഇത് നന്നായിട്ട് വലിഞ്ഞു വരണത് കേട്ടോ. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് ആകെ നനഞ്ഞാണ് തലയിരിക്കണത് റയൻ്റെ. അധികം തുടക്കമൊന്നുമില്ല. അപ്പോൾ ഞാൻ വഴക്ക് പറയേണ്ട തല മര്യാദക്ക് തുടച്ചിട്ടില്ലല്ലോ എന്നൊക്കെ. അങ്ങനെ പിസ്സയൊക്കെ കഴിച്ച് ആൾ ഹാപ്പിയായി. നല്ല ടേസ്റ്റുള്ള പിസ്സ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഈ ബണ്ണ് ഇത്തിരി കൂടുതൽ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നുണ്ട്, അതും അവന് ഇഷ്ടപ്പെട്ട്. അപ്പോൾ അവൻ പറഞ്ഞു, മമ്മി വലിഞ്ഞില്ലെന്നുള്ള പരാതി വേണ്ടതേ വലിഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് എന്നെ കളിയാക്കണേ. പിന്നെ ഈ ഒരു സാധനം ഇന്നലെ നമ്മുടെ സാമ്പ്രാണി എന്താണെന്ന് ഒന്ന് കാണിക്കാമോ എന്നൊക്കെ കമൻസ് ഉണ്ടായിരുന്നു. ഇതാണ് സാമ്പ്രാണി. എനിക്കും വലിയ പരിചയമില്ലാത്തൊരു സംഭവമാണ്. എൻ്റെ ചേച്ചിയുടെ വീട്ടിൽ ഇത് സ്ഥിരം കത്തിക്കും, പക്ഷേ ഇവിടെ അങ്ങനെ മേടിക്കാറില്ല. ഇത്തവണ നമ്മൾ ഇതിൻ്റെ മണം കേട്ടപ്പോൾ റയന് ഇഷ്ടപ്പെട്ടിട്ട് മേടിച്ചാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ ഇതൊന്നും കത്തിക്കാറില്ല. അപ്പോൾ ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു പീസസ് ആയിട്ടുള്ള ഈ ചാർക്കോൾ പോലെ ഇരിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അത് നമ്മൾ ഓരോ പീസ് എടുത്തിട്ടാണ് കത്തിക്കുക. പിന്നെ നമ്മൾ ഈ കുന്തിരിക്കം കൂടിയിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു, അത് പൊട്ടിച്ചിട്ടില്ല കേട്ടോ. അപ്പം നമ്മൾ സാധാരണ കുന്തിരിക്കം കത്തിക്കുമ്പോൾ അതിൻ്റെ അകത്ത് ചാർക്കോൾ, അത് നമ്മുടെ ചിരട്ടക്കരിയൊക്കെ ഇട്ടിട്ടല്ലേ കത്തിക്കുക. ഇതിന് അത് വേണ്ട, ചുമ്മാ ഇത് എടുത്ത് തീയൊന്ന് വെച്ച് കഴിഞ്ഞാൽ മതി. കാരണം ഇതിനകത്ത് കർപ്പൂരം മിക്സ് ചെയ്തിട്ടുണ്ടാകണം, അതാണത് കത്തുന്നത്. കർപ്പൂരം എല്ലാം കൂടി മിക്സ് ചെയ്ത ഒരു സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചിരട്ടക്കരിയുടെ ആവശ്യമില്ല. മറ്റേ കുന്തിരിക്കം മീറ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അത് അതിനകത്ത് മിക്സിംഗ് ഒന്നുമില്ല, കട്ട പോലെ കിടക്കൂലേ ഇതെല്ലാം കൂടി പൊടിച്ചെടുക്കുമ്പോഴത്തേക്ക് ഇവർ ഇതിനകത്ത് കർപ്പൂരവും എല്ലാം ചേർത്ത് പൊടിക്കുന്നത് കൊണ്ട് തന്നെയും പെട്ടെന്ന് കത്തും. അപ്പോൾ ആ ഒരു പണി നമുക്കില്ല. അല്ലെന്നുണ്ടെങ്കിൽ ചിരട്ടക്കരി അല്ലെങ്കിൽ കോള് കത്തിക്കാനൊരു ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അത് ബുദ്ധിമുട്ടില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ സാധനം മേടിച്ചിട്ട്, അപ്പോൾ പാറ്റ പല്ലി എന്നൊക്കെ പറഞ്ഞ് കൊതുക് എന്നൊക്കെ പറഞ്ഞ് കാണിച്ചിട്ടുണ്ട്. അതൊക്കെ പോകുമെന്ന് അറിയില്ല. ഏതായാലും അങ്ങനെ ഒരു സ്മെല്ലിന് വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിത് കത്തിക്കണേ കേട്ടോ. പാറ്റ പോകേണ്ട കൊതുക് പോകേണ്ട ഞാൻ ശ്രദ്ധിക്കണില്ല. പപ്പ പറഞ്ഞത് കൊതുകെല്ലാം പോകുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കത്തിക്കാനായിട്ട് ഇത് ഇങ്ങനെ വെച്ചിട്ട് ഒരു തിരിയ എന്തെങ്കിലും വെച്ച് കത്തിച്ച് ഇതൊന്ന് ഫ്ലെയിം ആയി കഴിഞ്ഞാൽ അപ്പം തന്നെ അങ്ങോട്ട് ഇത് ഊതി കളയുക, അല്ലെന്നുണ്ടെങ്കിൽ അത് കത്തി തീർന്നു പോകും വേഗം. അപ്പോൾ ഈ ഒരു സ്മെല്ലിങ്ങനെയൊക്കെ നമുക്ക് കിട്ടുമ്പോൾ മനസ്സിന് ഭയങ്കര ഒരു സന്തോഷം സമാധാനവും തോന്നും. ഞാനതിന് വേണ്ടിയിട്ടാണ് ഇത് കത്തിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. വീഡിയോ ഇവിടെ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യുന്നതിന് നമുക്ക് നാളെ വീണ്ടും കാണാം. താങ്ക്